പ്രിയമുള്ളവരെ, നേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഫാദരുടെ നാരായണീയത്തിലെ പ്രഥമ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം, 10ാമത്തെ ശ്ലോകമാണ് നാം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണ തേജസ്സംഹാരി വീര്യം വിമലമബീയശോ നിസ്പൃഹൈശ്ചോപഗീതം. അംഗാസംഗാസദാ ശ്രീരഖിലവിദസി നക്വാബിദേ സംഗവാർത്താ തദ്വാദാകാരവാസിൻ മുരഹര ഭഗവച്ഛബ്ദമുഖ്യാശ്രയോസി. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണം തേജസ്സംഹാരി വീര്യം വിമലം അഭി യശഃ നിസ്പൃഹൈഹി ച ഉപഗീതം. അംഗാസംഗാ സദാ ശ്രീഹി അഖിലവിദ് അസി ന ക്വ അഭി തേ സംഗവാർത്ത തത് വാദാകാരവാസിൻ മുരഹര ഭഗവച്ഛബ്ദമുഖ്യാശ്രയ അസി. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഹേ വാദാകാരവാസിൻ മുരഹര തേ ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം തേ വീര്യം വിശ്വതേജോഹരാണം തേജസ്സംഹാരി തേ യശഃ വിമലമഭി നിസ്പൃഹൈഹി ച ഉപഗീതം. ശ്രീഹി സദാ അംഗാസംഗാഃ ത്വം അഖിലവിദ് അസി തേ ക്വാപി സംഗവാർത്താപി ന ത്വം ഭഗവച്ഛബ്ദമുഖ്യാശ്രയഃ അസി. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരം ശ്രദ്ധിക്കുക. ശങ്കരൻ മുതലായ ദേവന്മാരെയെല്ലാം നിയന്ത്രിക്കുന്നതാണ് അങ്ങയുടെ ഐശ്വര്യം. സമസ്ത ചരാചരങ്ങളുടെയും തേജസ്സിനെ ഹനിക്കുന്ന മറ്റ് ദേവന്മാരെയും അമർത്തുന്നതാണ് അങ്ങയുടെ വീര്യം. നിഷ്കാമന്മാരായ ഒന്നിനെയും ആഗ്രഹിക്കാത്ത മഹാമുനികൾ പോലും പാടിപ്പുകഴ്ത്തുന്നതാണ് അങ്ങയുടെ യശസ്. അങ്ങ് സർവജ്ഞനാകുന്നു. ആസക്തിയുടെ ഒരു നിഴൽ പോലും അങ്ങയെ സ്പർശിക്കുന്നത് പോലുമില്ല. ആകയാൽ അല്ലയോ മുരഹര ഗുരുവായൂരപ്പ, ഭഗവാൻ എന്ന പേരിന് മുഖ്യനായ അധികാരി അങ്ങു തന്നെയാകുന്നു. നമസ്തേ.